അപ്പം ഞങ്ങൾ കറിമഞ്ഞൾ പറിക്കാൻ വേണ്ടി കനാലിൻ്റെ സൈഡിലേക്ക് ഇറങ്ങിയതാണ്. അമ്മ വയ്യാതാവണേക്ക് മുന്നേ ഇവിടെ നട്ട മഞ്ഞളാണിത്. എല്ലാ വർഷവും അമ്മ മഞ്ഞൾ നടാറുണ്ട്, കറിമഞ്ഞൾ ഇതിൻ്റെ സൈഡിൽ. അപ്പം ഞാനും ഇതേ തൂമ്പ് എടുത്തിട്ടു, ഞാനും കൊച്ചും കൂടി മഞ്ഞൾ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ മൊത്തം മഞ്ഞൾ നട്ടേക്കോട്ടോ. ഈ സൈഡിലൊക്കെ കണ്ടോ, ഈ കണ്ണി വാഴയുടെ സൈഡിലും ഒക്കെ നിറയെ സൈഡിൽ ഫുള്ള് ഞങ്ങൾ മഞ്ഞൾ നട്ടിട്ടുണ്ട്. പയ്യെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇവിടെ മൊത്തം മഞ്ഞൾ. അപ്പം തൂമ്പെടുത്ത് പയ്യെ ഇത് ഈ കാണുന്നൊക്കെ ഒടിഞ്ഞു കിടക്കുന്നതൊക്കെ മഞ്ഞളാണ്. ഇവിടെ ഉണങ്ങി കിടക്കണുണ്ടോ, നിറയെ മഞ്ഞളുണ്ട്. ഇപ്പം അത്യാവശ്യം മൊത്തമൊന്നും ഞങ്ങൾ പറിക്കുന്നില്ല, ഇപ്പം കുറച്ച് മഞ്ഞളെ പറിക്കുന്നുള്ളൂ. 2 കട പറിക്കും, അത്യാവശ്യത്തിന് മാത്രം പറിച്ചെടുക്കാന്ന് പറഞ്ഞു. അത് പറിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒക്കെ മഞ്ഞളുണ്ട്, എല്ലാം ഉണങ്ങി ഇങ്ങനെ മുകളിൽ മഞ്ഞളടിയിലാകുമ്പോഴത്തേക്ക് മുകളിലൊക്കെ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ താഴത്തേക്ക് പോവും. മുകളിലത്തെ അതിൻ്റെ ഇലയിലേക്ക് നല്ല അടിപൊളി മഞ്ഞളാണ്. എല്ലാ പ്രാവശ്യവും ഒരു 5-6 കിലോ ഒക്കെ പൊടിപ്പിച്ചെടുക്കുന്നതാണ് ഞങ്ങൾ. കണ്ടോ, ഇപ്പം ഇവിടെ ഉണ്ട് മഞ്ഞൾ. കുറച്ച് കൊത്തിയതിന് ശേഷം അതിൻ്റെ അടിയിലേക്ക് ഒരു ഉണ്ട പോലെ അപ്പോൾ അതേ ഇത്രയും കൊത്തിയതിന് ശേഷം ഞങ്ങൾക്ക് ഇത്രയും കിട്ടി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു വാഴലെടുത്ത് അതിലേക്ക് പെറുക്കി വെക്കുകയാണ്. എന്നിട്ട് ഇപ്പം തന്നെ അത്യാവശ്യം ഇത്ര മതി, കുറച്ച് മതി. 2 കട മാത്രമേ ഞങ്ങൾ കുത്തി എടുത്തുള്ളൂ. 2 കട കുത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇത്രയും മഞ്ഞൾ കിട്ടി. അപ്പോൾ ഞാനും ചെറുക്കനും കൂടി മഞ്ഞൾ പറിക്കാൻ, അവനാണ് വീഡിയോ എടുത്തത് തന്നെ. അപ്പോൾ അത് കാരണം കറക്റ്റായിട്ടങ്ങ് വീഡിയോ അങ്ങ് പിടിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇതാണ് മഞ്ഞൾ. അപ്പോൾ ഇനി ഇതും കൊണ്ട് ഞാനും വന്നതേ ഞങ്ങൾ പറിച്ച് വന്ന് കൈക്കിൻ്റെ വീട്ടിൽ നിന്ന് കഴുകുവാണ്. മാറ്റല്ലേ മാറ്റി വേണ്ട ബ്രഷ് വെച്ച്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞളില്ലേ നമ്മൾ പുഴുങ്ങി അരിഞ്ഞാണ് ഉണക്കണേ കേട്ടോ. എന്നിട്ട് പൊടിപ്പിക്കണതാണ്. നല്ല മഞ്ഞളായിരിക്കും, നല്ല മണം. അത് പൊട്ടിച്ച് മണക്കുമ്പോൾ തന്നെ എന്ത് സ്മെല്ലാണെന്നറിയോ. നല്ല മണമുണ്ട്, ഉണ്ടല്ലേ? പൊടിച്ച് കഴിക്കാൻ പറ്റുമോ? കറിമഞ്ഞളാണ്. കറിമഞ്ഞളാണ് കഴിച്ചാലോ? കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റില്ലേ? പിന്നെ തൊലി എടുക്കണ്ടേ? തൊലി കളയണ്ട നമുക്കിൻ്റെ ഒരു കട കിങ്കിയപ്പോൾ തന്നെ നമുക്ക് ഇത്രയും നമുക്ക് നാളെ പൊളിക്കാനുള്ള വേണം. പിന്നെ തൊലി കളയണ്ടേ?